ബി.കെ. സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ഈ ലബനാൻ അതിർത്തിയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുന്നത് കൂടുതൽ ആശങ്കയോടെയാണ് ലോക ജനത മൊത്തം ഉറ്റുനോക്കുന്നത്. അതിനിടയിലാണ് ഇസ്രായേലിന് അതിന് കഴിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതികരണവുമായി ഇസ്രായേൽ തന്നെ മുന്നോട്ട് വന്നത്. നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? ഈ ചർച്ചകൾ, മധ്യസ്ഥ ചർച്ചകൾ നമുക്കറിയാം, ആന്റണി ബ്ലിങ്കൻ ഉൾപ്പെടെ എത്തി ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഫലം കാണുന്നില്ല എന്നാണോ? അമൃത, ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യൻ പര്യടനം തുടരുന്നത് പ്രത്യേകമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് ഈ യുദ്ധം ഇപ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിലാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിന് അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നു. വടക്കൻ ഗസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുന്നു. മധ്യ ഗസയിലും അതേപോലെ തന്നെ തെക്കൻ ഗസയിലും ആക്രമണം കേന്ദ്രീകരിക്കുന്നു. ഈ മേഖലയിൽ പ്രത്യേകിച്ചും വ്യോമാക്രമണങ്ങളാണ് നടക്കുന്നത്. കര വഴിയുള്ള ആക്രമണങ്ങൾ പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി അവർ ഈ യുദ്ധാനന്തരമുള്ള ഒരു പ്ലാനിനെ കുറിച്ചാണ് പൂർണ്ണമായും ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ ചർച്ച നടക്കുന്നത്. ഈ യുദ്ധത്തിൽ ഹമാസിന് ശേഷം അവിടെ ഒരു ഭരണത്തെ സ്ഥാപിക്കുക എന്നുള്ളതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതിനൊരു പ്ലാൻ ഇപ്പോൾ യുദ്ധ ക്യാബിനറ്റ് കണ്ടിട്ടുണ്ട്. ഇസ്രായേലിലെ യുദ്ധ ക്യാബിനറ്റ് കണ്ടിട്ടുണ്ട്. ഹമാസിനെ ഒട്ടും അംഗീകരിക്കാത്ത അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വാലാട്ടികളായിട്ടുള്ള ഒരു പ്രത്യേക സംഘത്തെ ഗസയുടെ ഭരണം ഏൽപ്പിക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. ആ ഒരു ഭരണത്തിന് പശ്ചിമേഷ്യയുടെ ആകെ പിന്തുണ കിട്ടുക എന്നുള്ള ഒരു അർത്ഥത്തിൽ കൂടിയാണ് ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അതേപോലെ തന്നെ EU വിദേശകാര്യ മേധാവി ജോസഫ് ബോറലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സന്ദർശനം നടത്തുന്നത്. തുർക്കിയിൽ നിന്നാണ് ആ സന്ദർശനം തുടങ്ങിയത്. അതിനുശേഷം ലബനാൻ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ ഇവർ സന്ദർശിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഇനി ഇസ്രായേലും വെസ്റ്റ് ബാങ്കിലും ഇവർ എത്തുന്നത്. സൗദി പോലെയുള്ള രാജ്യങ്ങളെയും UAE-യിലും ഇവർ എത്തുന്നുണ്ട്. തീർച്ചയായും ഈ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഈ ഒരു പുതിയ ഭരണത്തിന് ലഭിക്കുക എന്നുള്ളതും മറ്റു മേഖലകളിൽ നിന്ന് അതിന് വരുന്ന എതിർപ്പുകൾ, പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും ഹൂത്തികളുടെയും ഭാഗത്ത് നിന്ന് ഈ ഒരു പ്ലാനിന് വരുന്ന എതിർപ്പുകളെയും തടയുക, അതിന് ഒരു സഖ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്ദർശനത്തിൻ്റെ പ്ലാൻ. അതിനനുസരിച്ച് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് സംശയം. കാരണം അതിശക്തമായ പോരാട്ടത്തിലൂടെ ഹമാസ് ഇസ്രായേലിൻ്റെ പദ്ധതികളെ ഗസക്കുള്ളിൽ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹമാസിനെ ഇല്ലാതെയാക്കി അതിനുശേഷം ഈ ഒരു ഭരണത്തെ സ്ഥാപിക്കുക എന്നുള്ളത് നടപ്പിലാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോകാനാണ് സാധ്യത. രാഷ്ട്രീയമായ ഇക്കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ നിരവധി പേർ ഗസക്കുള്ളിൽ കൊല്ലപ്പെടുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെയും 150ഓളം പേർ കൊല്ലപ്പെട്ടു. വിവിധ മേഖലകളിൽ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും അതേപോലെ തന്നെ ഖാൻ യൂനിസിലും എല്ലാം ഈ ഒരു മരണം സംഭവിക്കുന്നുണ്ട്. അത് കുട്ടികളും സ്ത്രീകളും തന്നെയാണ് ഈ കൊല്ലപ്പെടുന്നതിൽ അധികം ആളുകളും. അതെ, മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സുഹൈൽ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ബന്ദിമോചനം സംബന്ധിച്ചുള്ളതാണ്. ആദ്യമൊക്കെ ഇസ്രായേൽ അത് ഒരു പ്രധാന ഘടകമായി എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ ബന്ദിമോചനം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ അല്ലെങ്കിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇസ്രായേലിനകത്തെ സ്ഥിതി എന്താണ്? സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും വികാരങ്ങളും ഒക്കെ മുന്നോട്ട് കാണുന്നുണ്ടോ നമ്മൾ? യുദ്ധം 3 മാസം പിന്നിട്ടിട്ടും ബന്ദികളെ ഇസ്രായേലിന് മോചിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. എവിടെയാണ് ഈ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് ഇത്രയും വലിയ നിരീക്ഷണ സംവിധാനങ്ങളുണ്ടായിട്ടും ഇസ്രായേലിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള വലിയ നാണക്കേടിലാണ് നെതന്യാഹു ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രക്ഷോഭങ്ങൾ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഈ ബന്ദികളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ സംഖ്യ, അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്ഷോഭത്തിൽ വരുന്ന ആളുകളെല്ലാം പറയുന്നത് നെതന്യാഹു രാജിവെക്കണം, ഈ സർക്കാർ രാജിവെക്കണം എന്നുള്ളതാണ്. നെതന്യാഹുവിന് ഒരിക്കലും ഈ ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കുകയില്ല, മറിച്ച് ഹമാസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി ധാരണയിലെത്തണം എന്ന് ബന്ദികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നെതന്യാഹുവിന് സാധിക്കാത്തത് കൊണ്ടാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ഖത്തറിനെ സമീപിച്ചിരിക്കുകയാണ്. ഒരു സംഘം ആളുകൾ കഴിഞ്ഞ ദിവസം ദോഹയിലെത്തി ഖത്തറിനോട് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി.കെ. സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്. 3 മാസം പിന്നിടുകയാണ് പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം ആരംഭിച്ചിട്ട്. അപ്പോഴും സമാധാന ചർച്ചകളും മധ്യസ്ഥ ചർച്ചകളും ഒക്കെ തുടരുന്നുണ്ടെങ്കിലും ശാശ്വതമായ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്.